ആ നീയൊക്കെ ഇവിടെ തന്നെ കാണുമെന്ന് എനിക്കറിയായിരുന്നു. വേറെ പണിയൊന്നും ഇല്ലല്ലോ. ബിടെക് പാസ്സായി നമുക്കിവിടെ ജോലിയില്ല. +2 പാസ്സായി അവന് ജോലി. കലികാലം. +2 അല്ല, ഡിപ്ലോമ. നീ എവിടെ ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ല, ഒന്നും ആയില്ലേ? അതൊന്നും നടപ്പല്ലേ, ചുമ്മാ സമയം പോയല്ല അത് വെറുതെ. അത് വിട്. വൈകിട്ടൊന്ന് കൂടണ്ടേ? കൂടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് കളിയാ, പക്ഷെ കയ്യിൽ 5 പൈസ ഇല്ല. നിന്നെ സംബന്ധിച്ചോളം പൈസ ഇഷ്ടം പോലെ, പക്ഷെ നിനക്ക് സമയമില്ല. അതെന്നെ കാര്യം. തിരക്കടേ, മെയിലും പ്രോജക്റ്റും തേങ്ങയും മാങ്ങയും എല്ലാം കൂടെ ഒരു രക്ഷയില്ല. കമ്പനിയാണെങ്കിൽ എന്നെ മുഴുവൻ ചുമതലയായിട്ട് ഏൽപ്പിച്ചേക്കാണ്. ഒരു സെക്കൻഡ് മാറിയിരിക്കാൻ പറ്റില്ല, ടെൻഷനോട് ടെൻഷൻ. നമസ്കാരം ചേട്ടാ. എൻ്റെ പേര് അഖിൽ എന്നാണ്. ഞാൻ ട്രിവാൻഡ്രം ബ്ലഡ് ഡൊണേഴ്സ് അസോസിയേഷൻ വരെയാണ്. ഞാൻ ട്രിവാൻഡ്രത്തെ ഏറ്റവും തിരക്കുള്ള ഏരിയകളിൽ പോയിട്ട് അവിടുത്തെ ആൾക്കാരുടെ ബ്ലഡിൻ്റെ ഡീറ്റെയിൽസും പേരും എല്ലാം കൂടെ ചേർത്തൊരു ഡേറ്റയാക്കും ചേട്ടാ. ഈ ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ബ്ലഡ് ആവശ്യമാണെന്നും പറഞ്ഞ് നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡേറ്റ നോക്കിയിട്ട് അതാത് ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ആൾക്കാരെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു കൊടുക്കാനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ചേട്ടാ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എന്താണ്, അതൊരു സഹായമായിരിക്കും നമുക്ക്. നമ്മൾ ഇതിനൊന്നും ഒരു ആവശ്യമില്ല. ഞങ്ങൾ ഓൾറെഡി 6 മാസം കൂടെ കൊടുക്കുന്നതാണ്. നമ്മളൊക്കെ അടുത്ത് ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ നമ്മുടെ പേരും എല്ലാം ഉണ്ട്. പിന്നെ നീ വെറുതെ നിൻ്റെ സമയം കളയുന്നില്ല. അതുകൊണ്ട് അപ്പുറത്തൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ പോയി നിൽക്കുന്നത്. അവിടെയൊക്കെ പോയി ഡേറ്റ കളക്ട് ചെയ്യും. നമ്മുടെയൊക്കെ എന്തിനാണ്? മാത്രമല്ല, ഈ ഡേറ്റാസ് ഇനി വല്ല പ്രൈവറ്റ് സ്ഥാപനത്തിൽ പോയി അവരിനി നമ്മളെ വിളിച്ചു, സാറേ അതുണ്ട്, വെറുതെ എന്തിനാണ്? നമുക്ക് 5 ഗ്രൂപ്പാണ് ഇതിന് വേണ്ടി, ബ്ലഡിന് വേണ്ടി മാത്രം. നിർത്ത്. നീക്ക് എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്? എത്ര വലിയ കാര്യമാണ് ചെയ്യുന്നത് നിനക്കറിയാമോ? നമ്മൾ ഈ ലോകത്ത് ദിനം പ്രതി ബ്ലഡ് കിട്ടാതെ എത്ര പേരാണ് മരിക്കുന്നത് നിനക്കറിയാമോ? ഇന്നലത്തെ പത്രവാർത്ത തന്നെ കണ്ടാണ് നീയൊക്കെ. ഒരു അമ്മയും കുഞ്ഞും പോകുന്ന വഴിക്ക് വണ്ടിയിൽ നിന്ന് വീണിട്ട് ഏകദേശം 1.5 മണിക്കൂറാണ് അവർ ബ്ലഡ് വാർന്ന് റോഡിൽ കിടന്ന് മരിച്ചത്. അവരെ ഒന്ന് ആശുപത്രി എത്തിച്ചിരുന്നുണ്ടെങ്കിൽ, ആവശ്യ സമയത്തിന് ബ്ലഡ് കൊടുത്തിരുന്നുണ്ടെങ്കിൽ അവരിങ്ങനെ ഒന്നും വരത്തില്ലായിരുന്നു. അവിടെ നിന്നും നമ്മളെ കൂടെ ജീവിച്ചിരുന്നതാണ്. നീ ഒന്നും ചെയ്യുന്നവനെ സമ്മതിക്കത്തുമില്ല, ഒന്നിട്ടും ചെയ്യത്തുമില്ല. പറയളിയാ. ഹലോ വിവേക്, എവിടെയുണ്ട് അളിയാ? ഞാൻ ഓഫീസിലാടാ, പറ. അളിയാ, ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു. നമ്മുടെ അഭിജിത്തിൻ്റെ അനിയത്തി ഡെലിവറി ആയിരുന്നില്ലേ? അപ്പോൾ ഞാനിപ്പോൾ ബ്ലഡ് കൊടുത്തായിരുന്നു, പക്ഷേ അത് തികയത്തില്ല. ബ്ലഡ് അത്യാവശ്യമെന്ന് പറയുന്നത്. ഒന്ന് ഏതെങ്കിലും ഗ്രൂപ്പ് മതി. ഒന്ന് നിനക്ക് ഇതുവരെ വരുന്ന ഹോസ്പിറ്റലിൽ ഒന്ന് വരാൻ പറ്റുമോ? അളിയാ, നീ ഒരു 2 മിനിറ്റ് മുന്നേ വിളിക്കാതെ എന്ത്? ഓഫീസിൽ ഇപ്പോൾ ഒന്ന് സാറ് വന്ന് ജോലി തന്നിട്ട് പോയേ ഉള്ളൂ. ഏത് ഗ്രൂപ്പ് ഏതാണ്? ഏതെങ്കിലും ഗ്രൂപ്പ് കൊടുത്താൽ മതി. അതാണ് പറയുന്നത്. നമുക്ക് അത്ര അത്യാവശ്യമായിരുന്നു കാര്യം. ഏതായാലും മതി എന്നാ. നീ 2 മിനിറ്റ് മുന്നേ വിളിച്ചിരുന്നെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ ഒന്ന് പറഞ്ഞിട്ട് പോയത് എനിക്ക് ഒന്നാമത് ഏണിയാണ്. നിനക്കറിയാമല്ലോ ഓഫീസിൻ്റെ കാര്യമൊക്കെ. ഞാൻ ആരെങ്കിലും റെഡിയാക്കാം. നീ വെക്ക്, ഞാൻ റെഡിയാക്കി തരാം. ശരിടാ, ശരി. ഓക്കെ. ഓക്കെ, ശരി. ആരെ വിളിക്കാൻ? ആരെങ്കിലും അറേഞ്ച് ചെയ്യണം. അളി വേഗം, ഞാൻ ജിബിയാടാ. അളി ജിബി പറ. എടാ, നമ്മുടെ സുമേഷിൻ്റെ അച്ഛനൊന്ന് കുഴഞ്ഞു വീണു കേട്ടോ. പുള്ളിക്കാരത്തോളം തലയിടിച്ചാൽ വീണേ. അപ്പോൾ കുറച്ച് ബ്ലഡ് നഷ്ടമായി. പുള്ളിക്കാരൻ ഓ നെഗറ്റീവാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി വന്ന് ബ്ലഡ് കൊടുത്തു. അപ്പോൾ നീ ഒന്ന് വരുവാണെന്നുണ്ടെങ്കിൽ, നിൻ്റെ ഓ നെഗറ്റീവ് അല്ലേ? എടാ, ഞാൻ ഓ നെഗറ്റീവ് നിൻ്റെ ആര് പറഞ്ഞു? ഞാൻ ഓ നെഗറ്റീവ് അല്ല. നമ്മളൊന്ന് ബ്ലഡ് പയ്യൻ വന്നില്ല എഴുതാൻ നേരത്ത് നീ പറഞ്ഞായിരുന്നല്ലോ. നീ ബുക്ക് പേപ്പർ എഴുതി ഓ നെഗറ്റീവ് എഴുതി, ഞാൻ കണ്ടായിരുന്നല്ലോ. എടാ, നീ എന്ത് പറയണടാ? ഞാൻ ഓ നെഗറ്റീവ് അല്ല, ഓ പോസിറ്റീവാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ ഫ്രീ ആയിരുന്നു. പക്ഷേ ഞാൻ വന്നിട്ട് കാര്യമില്ലല്ലോ. ബ്ലഡ് അല്ലേ നമുക്ക് ആവശ്യം. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഓ നെഗറ്റീവ്. നീ നോക്കട്ടെ, ഒരു കാര്യം ചെയ്യ്. ഞാനിപ്പോൾ ഒരു പയ്യനെ കൊണ്ട് നിന്നെ അങ്ങോട്ട് വിളിപ്പിക്കാം. ഓ നെഗറ്റീവ് അല്ലേ? നീ വയ്ക്ക്, ഞാൻ ഇപ്പോൾ അങ്ങോട്ട് വിളിക്കാം. ഓടാ എടാ, ഒന്ന് പെട്ടെന്ന് വേണടാ. അവൻ ഇതുപോലെ ഞാൻ പയ്യൻ ഇപ്പം നിന്നെ വിളിക്കും. അടുത്ത് പറഞ്ഞാൽ മതി. ശരി എടാ. ഓടാ, ശരി. അവനൊന്ന് ഓ നെഗറ്റീവ് എന്നാണല്ലോ പറഞ്ഞത്. ആരെ വിളിക്കാൻ? വിപിനെ വിളിക്കാം. പറയളിയാ. എടാ, നീ എവിടെ നിൽക്കുന്നു?
ഞാൻ നെയ്യാറ്റിങ്ങരയാണ്. എടാ ചെറിയൊരു അത്യാവശ്യം ഉണ്ടായിരുന്നല്ലയാ. ഞാൻ കുറച്ച് തിരക്കിലാണ്. പറഞ്ഞോ, കാര്യം പറഞ്ഞു. എടേ നമ്മളെ സുഹൃത്തെ ഒരു കൂട്ടുകാരൻ, ഒരു ജുബിൻ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടേ. അവൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. അവൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ ബ്ലഡ് ലോസും അതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്തോ ഓപ്പറേഷൻ എന്തോ വേണ്ടി വരുമെന്ന് പറയുന്നത്. അപ്പോൾ ഓ നെഗറ്റീവാണ് അവൻ്റെ ബ്ലഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഓ നെഗറ്റീവ് കളിയാ. നിനക്കൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോകാൻ പറ്റുമോ? അത്യാവശ്യം കളിയാ. നീ കൊടുത്തായിരുന്നോ? എടാ ഞാൻ ഓ നെഗറ്റീവ് തന്നെ. പക്ഷേ ഞാനിപ്പോൾ കൊടുത്തല്ലേ ഉള്ളൂ. അതല്ല, ഞാനിപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ കൊടുത്തിട്ട്. ഉടനെ അങ്ങനെ കൊടുക്കാമെന്ന് പറ്റില്ല. അങ്ങനെ കൊടുക്കാനുള്ളതൊന്നും അല്ലല്ലോ ഇത്. ഇല്ലെങ്കിൽ ഞാൻ കൊടുത്തേനെ പോയിരുന്നേനെ. അപ്പോൾ നീ ഒന്ന് ചെല്ലോ, ഞാനത് പറയട്ടല്ല. നീ ഒന്ന് അവനെ വിളിക്കുമോ? നീ എനിക്ക് വാട്സപ്പ് ഇട്ടത്. പെട്ടെന്ന് അർജൻറ്റാണ് കേട്ടോ. താങ്ക്സ്. ഓക്കെ അളിയാ, ഓക്കെ. നീ വിളിച്ചാൽ ഞാൻ ഇപ്പം അയച്ചു തരാം. ശരിയാ, ശരി. അളിയനടേ. ഞായറാഴ്ചയല്ലേ, ഞാൻ എവിടെന്നെങ്കിലും സാധനം ഒപ്പിച്ച് അടിക്കാനുള്ള വഴി കാണുമെന്ന് അങ്ങനെ അറിയാം. അതിനുള്ള വിളിയാ. തിരിച്ചുവിടാം, വേറെ എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പോവാ. പൊട്ടിച്ചിട്ട് എത്ര നേരം കട്ട് ചെയ്താലും പിന്നെയും വിളിക്കും. ഒന്നുമില്ലടേ, ഇന്ന് ഞായറാഴ്ചയല്ലേ. അങ്ങനെ അറിയാം നമ്മൾ കൂടുമെന്ന്. എന്നാൽ അടിക്കാനുള്ള വിളിയാ. നീ എടുക്കുക, കാര്യം അപ്പോൾ നിനക്ക് അറിയാൻ പാടില്ല. ടാങ്കാണ്, ടാങ്ക്. അങ്ങനെ ഒന്നും ആവൂല. നമുക്കും കിട്ടൂല, ഒന്നും കിട്ടൂല. നമ്മളെ കുഴപ്പമില്ല. എന്ത് ചെയ്യാനെന്നുള്ളതാ. നീ എടുക്കുക, എന്ത് കാര്യം വേണോ? എടുക്കുക, ചുമ്മാ വിളിച്ചോണ്ടിരിക്കും. അളിയ പറ. ഹലോ അളിയ, നിന്നെ എത്ര നേരത്തെ വിളിക്കണം അളിയാ? ഞാൻ ഇവിടെ ഉണ്ട്. എന്ത് പറ്റി പറ. എന്ത് പറ്റി? അളിയ, ഞാൻ PRS ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്. അത്യാവശ്യമാണ് അളിയ. അളിയ ഒന്ന് പെട്ടെന്ന് വരുമോ? എവിടെ PRS ഇല്ല. ഹലോ 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 അളിയ പറ അളിയ. ഹലോ അളിയ, അമ്മ ഒന്ന് വീണളിയാ. എൻ്റെ അമ്മയല്ല, നിൻ്റെ അമ്മ. അമ്മയാ? എൻ്റെ അമ്മ ഒന്ന് വീണ് ഒത്തിരി ബ്ലഡ് ലോസായ അളിയാ. അത്യാവശ്യം ബ്ലഡ് ഒത്തിരി വേണം. നീ അമ്മയെ ഒരു ബ്ലഡ് ഗ്രൂപ്പ് അല്ലേ? ഓ നെഗറ്റീവ്. ഓ നെഗറ്റീവ് അല്ലേ, റെയർ ഗ്രൂപ്പാണ്. നീ പെട്ടെന്ന് വന്നേ പറ്റൂ. നീ എന്ത് പറയണടാ? ഞാൻ ഓ നെഗറ്റീവ് അല്ല, ഓ പോസിറ്റീവാണ്. എടാ ഞാൻ ഓ നെഗറ്റീവ് വേണ്ട. ഞാൻ പക്ഷേ നിൽക്കേ അടേ, നീ ഓ എന്തല്ലേ അമ്മ